എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട്. രണ്ടാമത്തവൻ ബാലു. തൊപ്പി തലയിൽ കയറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ എസ് ഐ എന്ന പുള്ളിയുടെ വിചാരം. ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ അന്യൻ ദുബായ്. രണ്ടാമത്തവൻ ബാലു. തൊപ്പി തലയിൽ കയറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ എസ് ഐ എന്ന പുള്ളിയുടെ വിചാരം. ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ അന്യൻ ദുബായ്ക്കാരനാണ്. ഇത് പരമശിവല്ലേ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാണ് ഈ വാളയാർ പരമശിവൻ. 4 കുഴപ്പക്കാരനൊന്നല്ലല്ലോ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ല. സൂക്ഷിക്കണം സാർ. ഈ ഭാര്യയും അയാളുടെ കൂട്ടാളി പരമശിവൻ. വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി. വാളയാർ പരമശിവൻ മദർ നിൽ നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നീയാണോടാ പരമശിവൻ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. പുള്ളിക്കാരൻ ഭയങ്കര ട്രിക്സിന്റെ ആളാ. ആരാടാ ഈ ഷാജി പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. എന്റെ പിള്ളേരെ തുടർന്നെങ്കിലേ ഇന്നത്തെ കുറച്ചുകൂടി നോക്കാം. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ അവന്റെ വിധി എഴുതുന്നത് പാപ്പന്. അവനെ കൊണ്ടുപോകാം. ജീവൻ വേണം ഓടിക്കോ, അല്ലെങ്കിൽ പാപ്പൻ നിങ്ങളെടുത്തോളൂ. എന്നതാടാ ഇത്? മകൻ ദൈവങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല. അതൊക്കെ മനുഷ്യമാണ്. നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാൻ പറയും. സാജിബാബന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ. ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്തല്ലാത്തതല്ല. അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പം കൊണ്ടേ പോകത്തുള്ളൂ. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാണ്. ബെല്ലാരി രാജ അല്ലടേ, എല്ലൂരി രാജ. നിന്റെക്ക് എല്ലൂരാമന്ന രാജ. എന്റെ പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. തുണിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കാതിരിക്കുകയല്ല. ആദ്യ അടി, അതിനപ്പുറം ചാച്ചി. രാജിട്ട എന്നീ ബാങ്കിനിടെ ഇവന്റെ സ്ഥാപന ജംഗമമായി എന്നതാണല്ലേ കൃത്യമായി
രാജവൃന്ദം